യു.ഡി.എഫ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനോ അട്ടിമറിക്കാനോ ചെറിയ ഘടകകക്ഷികൾക്ക് കഴിയാതിരിക്കാനാണ് ശെൽവരാജിനെ കാലുമാറ്റി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതെന്ന് പി.സി. ജോർജ്. ഉമ്മൻചാണ്ടി, പി.കെ. കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല എന്നിവർ അറിഞ്ഞുകൊണ്ടാണ് ശെൽവരാജ് CPIM-ൽ നിന്ന് രാജിവെച്ച് യു.ഡി.എഫിലേക്ക് വന്നത്. അയോഗ്യനാക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ തീരുമാനമാണ് നടപ്പിലാക്കുന്നതെന്ന് എൻ ശക്തൻ അറിയിച്ചതുകൊണ്ടാണ് രാജിവെക്കുന്നതെന്നും പി.സി. ജോർജ് ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. കോൺഗ്രസ്, ലീഗ്, കേരള കോൺഗ്രസ് എം എന്നീ കക്ഷികളിൽ ഒന്ന് വിചാരിക്കാതെ സർക്കാർ വീഴരുത് എന്ന ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് ശെൽവരാജിനെ CPM-ൽ നിന്നും UDF-ലേക്ക് കൊണ്ടുവന്നത്. ഈ പദ്ധതി ആസൂത്രണം ചെയ്തത് ഉമ്മൻചാണ്ടിയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും താനും ചേർന്നാണ്. 72-68 അതിൽ 68-ൽ നിന്ന് ഇങ്ങോട്ട് വരിക ജയിച്ചു കഴിയുമ്പോൾ. അപ്പോൾ 73-67 ആകുമ്പോൾ സ്വാഭാവികമായി 4 MLA-മാർ പോയെങ്കിലേ ഗവൺമെൻറ് പോകും. മനസ്സിലായോ? പിടികിട്ടിയോ? അതായത് കോൺഗ്രസോ മുസ്ലിം ലീഗോ കേരള കോൺഗ്രസോ ശ്രമിക്കാതെ ഈ ഗവൺമെൻറ് പോവുകയില്ല. ആ നിലയിലുള്ള സുരക്ഷിതത്വമാണ് ഗവൺമെൻറ് ഉണ്ടാക്കി. അതൊരു സ്ട്രാറ്റജി ആയിരുന്നു. ആരാണ് ഈ സ്ട്രാറ്റജി തീരുമാനിച്ചത്? ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാവരും ഉണ്ട്. പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിയെ ഇല്ലായ്മ ചെയ്യാൻ പി.കെ. ഹനീഫ പദ്ധതിയിട്ടിരുന്നതായി വിവരം ലഭിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് ജഡ്ജിക്കെതിരെ നടപടി സ്വീകരിച്ചതെന്നും ജോർജ് വിശദീകരിച്ചു. ജഡ്ജസ്മാരെല്ലാം കൂടി ചേർന്നുള്ള ഒരു പാർട്ടിക്കകത്ത് വെച്ച് ജഡ്ജിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ജുഡീഷ്യൽ ഓഫീസേഴ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ഉൾപ്പെടെ TV വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 3 മാസമുണ്ട്, അത് കഴിയുമ്പം ഇറങ്ങിക്കോളുന്ന ഒരു കമൻറ്റ് വന്നു ഈ ജുഡീഷ്യൽ ഓഫീസർ ഹനീഫയുടെ വായിരുന്നു. അപ്പോൾ അത് അടുത്തിരുന്ന ആൾ കേട്ട് ജഡ്ജി അങ്ങനെ എന്നെ വിളിച്ചു. പാമോലിൻ കേസ് പരിഗണിച്ച ഹനീഫയെ ഓടിച്ചതിൽ ഉമ്മൻചാണ്ടിക്ക് പെരുത്ത് സന്തോഷമായിരുന്നു. ശെൽവരാജിനെ കാലുമാറ്റിയപ്പോൾ ഇതിൽ കൂടുതൽ വേറെന്തുണ്ട് എന്ന നിലയായി. ഞാൻ തന്നെയാണ് ഈ ഗവൺമെൻറ്റിനെ പിടിച്ചു നിർത്തുന്നത് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ അതിൻ്റെ നന്ദിയോ മര്യാദയോ നീതിബോധമോ ഈ നേതാക്കന്മാർക്കില്ല. രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് സ്പീക്കർ എൻ ശക്തൻ തന്നെ അറിയിച്ചു. അതുകൊണ്ടാണ് രാജിവെക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സറിഞ്ഞതുകൊണ്ട് തന്നെയാണ് എൻ്റെ തീരുമാനം. ഒരു സംശയം വേണ്ട. അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണ്? അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയും സുധീരനും KM മാണിയും ഇതേ മാനസിക നിലപാട് തീരുമാനമെടുത്തിരിക്കുമ്പോൾ അതിന് വിരുദ്ധമായി നിയമപ്രകാരം വിധി പറയാൻ സ്പീക്കർ എൻ ശക്തന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ബാർ കോഴ കേസിൽ KM മാണിക്കെതിരെ നീതിപൂർവമായ വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഹൈക്കോടതി ജഡ്ജ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നത് പിന്നെ ഈ മുഖ്യമന്ത്രിക്കെതിരെ വിധി പറയൂ? ജനാധിപത്യം വ്യഭിചരിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത്. കേരള കോൺഗ്രസ് സെക്കുലർ മാണി ഗ്രൂപ്പിൽ ലയിപ്പിച്ചതാണ് ജീവിതത്തിലെ പ്രധാന അബദ്ധങ്ങളിലൊന്ന് എന്ന് ജോർജ് പറഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തുമെന്നും ജോർജ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.